Dear students, good morning one and all. Now we are entering into the first module, that is Indian Constitution, page number 1. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അർത്ഥം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, പിന്നെ ഇന്ത്യയിലെ നാഷണൽ മൂവ്മെൻറ്റ് അല്ലെ ദേശീയ പ്രസ്ഥാനം, പിന്നെ ഇന്ത്യക്കാർക്ക് നാഷണലിസം അഥവാ ദേശീയത ഉണ്ടാകുവാൻ ഉള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെയുള്ളത് കുറച്ച് ആക്ട്സ് ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മിൻറ്റോ മൊർലി റിഫോംസ് or Government of India Act 1909, then Montagu-Chelmsford reforms or Government of India Act 1919, and the last is Government of India Act of 1935, 1935 Government of India Act. പിന്നെയുള്ളത് നാലാമത്തെ ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെയാണ് പ്രധാനമായും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി, അതിൻ്റെ വർക്കിംഗ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കുറച്ച് എലാബറേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ആക്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഏറ്റവും അവസാന ഭാഗത്തേക്ക് ഇത് മാറ്റി വെച്ചതിൻ്റെയും കാരണം. അപ്പം കുഴപ്പമില്ല. അപ്പം മൊണ്ടാഗു-ചെംസ്ഫോർഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആക്ടിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നിങ്ങളൊന്ന് നോട്ട് എഴുതിയൊന്ന് കുറിച്ച് വെച്ചാൽ മതി. അതുപോലെ മിൻറ്റോ മൊർലി റിഫോംസിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ എന്താണ് സംഭവിച്ചത്, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫലമായിട്ടാണ് നമുക്ക് റെയിൽവേയും അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനും ഇതൊക്കെ ഉണ്ടായി വന്നത്, റിസർവ് ബാങ്കൊക്കെ ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇതുപോലെ ഓരോ ആക്ടിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. അതിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മൊഡ്യൂളിലൂടെ കഴിയുന്നതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് തേർഡ് സെമസ്റ്ററിലോട്ട് കിടക്കാവുന്നതാണ്. ഓക്കെ, മൊഡ്യൂൾ 1 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ് അല്ലേ. അപ്പം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ നിയമം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലോസ് ആൻഡ് റൂൾസ് സെറ്റിംഗ് അപ്പ് ദ സിറ്റുവേഷൻ ഫോർ ഗവേണിംഗ് ദ കൺട്രി. ഇപ്പോൾ രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടണം അതിനു വേണ്ടിയുള്ള ചില റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ്, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. അപ്പം രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങളെ പറ്റിയും പൗരന്മാരുടെ അവകാശങ്ങളും ചുമതലകളെയും പറ്റിയുള്ള സ്റ്റഡിയൊക്കെയാണ് ഇത് ഉള്ളത്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദറ്റ് സീക്ക് ടു അലോക്കേറ്റ് ഡ്യൂട്ടീസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എമംഗ്സ്റ്റ് ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് ദ പീപ്പിൾ. അപ്പം ഓരോ ഗവൺമെൻറ് വിവിധ സ്ഥാപനങ്ങൾക്കും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ് എന്താണ്, പവേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ് അല്ലേ, ഇതൊക്കെയാണ് വിവരിക്കുന്നതാണ് ഭരണഘടനയിൽ. ഇറ്റ് ഓൾസോ ഡിറ്റർമിൻസ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ് ഓഫ് ദി ഗവൺമെൻറ് ലൈക്ക് ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ദ ജുഡീഷ്യറി എക്സെട്ര. അപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നിയമം നിർമ്മിക്കുക. എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷൻ നിയമം നടപ്പിലാക്കുക. ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ നിയമത്തെ വ്യാഖ്യാനിച്ചതിൽ തീർപ്പ് കൽപ്പിക്കുക അല്ലേ. അപ്പം ബ്യൂറോക്രസിയുടെ ഫംഗ്ഷൻ എന്താണ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ഹെൽപ്പ് ചെയ്യുക അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് കൃത്യമായി വിവരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലേ. ഏത് രാജ്യത്തിൻ്റെയാണോ ആ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. സോ ദെർഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഗൈഡ് ലൈൻ ടു ദി ഗവൺമെൻറ്. അത് നിങ്ങളൊന്ന് എഴുതി വെച്ചേ കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഗൈഡ് ലൈൻ ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഒരു മാർഗരേഖയാണ് ഭരണഘടന. ഓക്കെ, കുഡ് യു ഫോളോ മീ? ഓക്കെ. ഇറ്റ് സിഗ്നിഫൈസ് ദ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സോവറിൻ പവർ ഇൻ ദി കമ്മ്യൂണിറ്റി. It is a legal document and instrument for governing the state. It is the basic rule in which the structural formation of the government, the basic law of the land and the like. അല്ലേ. അപ്പം പരമാധികാരം ഉരുത്തിരിഞ്ഞു വരുന്നത് ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടണം എന്ന് പറയുന്നതിൻ്റെ ലീഗൽ ഡോക്യുമെൻ്റാണ് അല്ലേ, ഒരു നിയമരേഖയാണ് ഭരണഘടന. പിന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദ ബേസിക് ലോ ഓഫ് ദ ലാൻഡ് അല്ലേ, അടിസ്ഥാന നിയമപ്രമാണം രാഷ്ട്രത്തിൻ്റെ, അതും ഭരണഘടനയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഭരണഘടനയെ പറ്റി അല്ലേ. ഇനി അതിൻ്റെ അതിൻ്റെ അർത്ഥത്തിലേക്ക്, മീനിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ടേം കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രാക്ടീസസ് ആൻഡ് പ്രിൻസിപ്പിൾസ് that define and structure a system of government. It is also establishing a document for such governmental system to practice.
It is a technique of effective regularized restraint upon governmental actions. The exclusive focus on constitutions as a means of limiting governmental power is somewhat deceptive. It protects certain areas of personal and group life from governmental interference and to specified different aspects of the life and behavior of the community. അപ്പം ജനങ്ങളുടെ ജീവിതത്തെ ഗവൺമെൻറ് കുറേ കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് ഇടപെടൽ വേണം, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് വേണം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അനാവശ്യമായ അൺഡ്യൂ ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഉണ്ടാകരുത്. അങ്ങനെ വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യവസ്ഥകളുണ്ട്, അത് വിധപ്രകാരം നമുക്ക് തടയാവുന്നതാണ്. It also ensures government powers shall exercise in accordance with the established procedures and existing laws. അല്ലേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അധികാരം അത് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് വേണം ഗവൺമെൻറ് പവർ എക്സ്പ്ലോർ ചെയ്യുവാൻ വേണ്ടി, അല്ലേ? It is a plan or frame of political society organized through and by means of law. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാന നിയമവും ഭരണഘടനയുമാണ്. A constitutional state is one in which the powers of the government, the rights of the governed, ഭരിക്കപ്പെടുന്നവർ, and the relations between the two are adjusted with a well established constitutional document or law. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതായത് ഭരിക്കപ്പെടുന്ന ജനങ്ങൾ, അല്ലേ, ഗവേൺഡ്, ഭരിക്കുന്നവർ, അല്ലേ, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്ന ജനങ്ങളും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായി നിർവചിച്ചിരിക്കുന്നത് ഭരണഘടനയിലാണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണം എല്ലാവരും കേട്ടോ. The Constitution has established permanent institutions with recognized functions of state and definite rights of its citizens. According to K.C. Ware, constitutional government means something more than a government according to terms of a constitution. It means government according to rules as opposed to arbitrary government. അല്ലേ, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് ആർബിട്രറി ഗവൺമെൻറ് ആകരുത്, സ്വേച്ഛാപരമായ ഗവൺമെൻറ് ആകരുത്. ഗവൺമെൻറ് ബൈ ലോ, അല്ലേ, ഗവൺമെൻറ് ബൈ ലോസ് ആൻഡ് റൂൾസ്, അല്ലേ, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്, അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആർബിട്രറി ഗവൺമെൻറ്. ആർബിട്രറി ഗവൺമെൻറ് മീൻസ് ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ്, അല്ലേ, ഫാസിസ്റ്റ് ഇറ്റലി, നാസിസ്റ്റ് ജർമ്മനി, കമ്മ്യൂണിസ്റ്റ് ചൈന എക്സെട്ര, വി ക്യാൻ കോൾ ഇറ്റ് ആർബിട്രറി ഗവൺമെൻറ്. ബട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് ഈസ് like Indian government, American government, etc., German government, etc. Okay. It means government limited by the terms of a constitution, not government limited only by the desires and capacities of those who exercise power. Historically, constitutions have been made to empower states rather than limit them. അപ്പം ഭരണകർത്താക്കളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ, അല്ലേ, അവരെ പൂർണ്ണമായി കയറൂരി വിടുക, അത് ഭരണഘടനയുള്ള രാജ്യങ്ങളിൽ നടക്കത്തില്ല. അപ്പം ഫോർ എക്സാമ്പിൾ നരേന്ദ്രമോദിക്ക് തോന്നിയതുപോലെ ഭരിക്കാൻ പറ്റത്തില്ല, അല്ലേ. അവിടെ ഒരു പരിധിയുണ്ട്. ഒരു ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് വേണം നരേന്ദ്രമോദിയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഭരിക്കുവാൻ, അല്ലേ. അല്ലെങ്കിൽ കോടതി അവിടെ കയറി ഇടപെടും, അല്ലേ, കോടതി ഇതിനെ റദ്ദാക്കും, അല്ലേ. ഇപ്പം നരേന്ദ്രമോദിക്ക് പറയാൻ പറ്റത്തില്ല ഇതൊരു, അല്ലേ, ഇവിടെ പൂർണ്ണമായും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ മൊത്തത്തിൽ ഇല്ലാതാക്കുവാനോ മുഴുവൻ സ്വകാര്യവൽക്കരിക്കുവാനോ അങ്ങനെയൊന്നും സാധിക്കത്തില്ല, അല്ലേ. ഇപ്പം ഗവൺമെൻറ്റിന് നയം രൂപീകരിക്കാമെന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ആ രൂപീകരിക്കുന്ന നയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ട്, അല്ലേ, ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കണം, അല്ലേ. അല്ലാതെ അനിയന്ത്രിതമായി തോന്നുന്ന പോലെ എടുത്ത് പ്രയോഗിക്കാനുള്ളതല്ല, അല്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുവാൻ ഉള്ളതല്ല ഒരു ഭരണാധികാരി ഭരണഘടനയുള്ള രാജ്യത്ത് ശ്രമിക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാനിലോ ഒക്കെ ആണെങ്കിലോ ഒരു വ്യക്തമായ ഭരണഘടന ഇല്ലാത്തതുകൊണ്ട് പാകിസ്ഥാനിലൊക്കെ തോന്നുന്ന ഗവൺമെൻറ്റുകൾ കയറി ഭരിക്കുകയും, അല്ലേ, ചിലപ്പോൾ പട്ടാള ഭരണമായിരിക്കും, അല്ലേ. അവിടെയൊന്നും ഒരു വ്യക്തമായ, അല്ലേ, ഇത്രയും ഒരു നശിഞ്ഞൊരു രാജ്യം പാകിസ്ഥാനെ പോലെ, അല്ലേ, അഫ്ഗാനിസ്ഥാനെ പോലെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല, അല്ലേ. The first written constitutions were made during the outcome of American and French revolutions. After the revolution, written constitutions were established government in these countries based on popular consent and respect for individual. അപ്പോൾ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട്
അല്ലേ, വിപ്ലവത്തിന് ശേഷം അല്ലേ, അമേരിക്കൻ വിപ്ലവം ആയാലും ശരി, ഫ്രഞ്ച് റവല്യൂഷൻ ആയാലും ശരി, ഇതിനൊക്കെ ശേഷമാണ് വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ട് രാഷ്ട്രം മിതമായ നിരക്കിൽ ഇടപെടുന്ന ഒരു ഗവൺമെൻറ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ് പല രാജ്യങ്ങളിലും ഉയർന്നു വരാൻ തുടങ്ങിയത്. These constitutions restructured governmental institutions, articulates political parties, proclaimed independence from colonial rule and brutal monarchy. അല്ലേ, ഇപ്പോൾ കൊളോണിയൽ ഭരണത്തിൽ നിന്നും ക്രൂരമായ മൊണാർക്കിൻ്റെ ഭരണത്തിൽ നിന്നും രാജഭരണത്തിൽ നിന്നുമൊക്കെ മനുഷ്യനെ രക്ഷപ്പെടുത്തി, ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് ഏതാണ്? ഭരണഘടന നിലവിൽ വന്നതോടുകൂടിയാണ്. അല്ലേ, ഭരണഘടന എന്ന് പറഞ്ഞാൽ മികച്ച ഭരണഘടന അല്ലേ, ആർബിട്രറി ആയിട്ട് ഗവൺമെൻറ്റിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത നല്ല മികച്ച ഭരണഘടനയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അതിൻ്റെ ഡെഫിനിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. അക്കോർഡിംഗ് ടു ഗിൽക്രിസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ബോഡി ഓഫ് റൂൾസ് ഓർ ലോസ്, റിട്ടൺ ഓർ അൺറിട്ടൺ, which determines the organization of government, the distribution of powers to the various organs of government, and the general principles on which those powers are exercised. അല്ലേ, അപ്പം ഗവൺമെൻറ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഏതൊക്കെ അധികാരങ്ങളാണുള്ളത്? ലെജിസ്ലേച്ചറിൻ്റെ അധികാരം എന്താണ്? ബ്യൂറോക്രസിയുടെ അധികാരം എന്താണ്? എക്സിക്യൂട്ടീവിൻ്റെ അധികാരം എന്താണ്? ജുഡീഷ്യറിയുടെ അധികാരം എന്താണ്? അത് ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നു. അല്ലേ, അതോടൊപ്പം ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓൺ വിച്ച് ദോസ് പവേഴ്സ് ആർ എക്സർസൈസ്ഡ്, എങ്ങനെ ഈ അധികാരങ്ങളെ എക്സർസൈസ് ചെയ്യണം, വിനിയോഗിക്കണം, അതിന് ചില തത്വങ്ങളും കൂടി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് ഭരണഘടന വഴി ഉദ്ദേശിക്കുന്നത്. അല്ലേ, അപ്പം നമുക്കൊരു ഗിൽക്രിസ്റ്റിൻ്റെ ഡെഫിനിഷൻ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. ഫ്രം ഓൾ ദി എബോവ് ഡെഫിനിഷൻസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഗവൺമെൻറ് ആൻഡ് ദ പീപ്പിൾ ബിക്കംസ് ദ സെൻട്രൽ ആൻഡ് ഫണ്ടമെൻ്റൽ കൺസേൺസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, പേജ് നമ്പർ 3 രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പം ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കി, ഗവൺമെൻറ് എന്ന് ഭരണഘടന എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, ഗവൺമെൻറ്റും ജനങ്ങളുമാണ് ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് നമുക്ക് മനസ്സിലായി. അല്ലേ, ഇറ്റ് ഡീൽസ് വിത്ത് ദ കൺസേൺസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് വേരിയിങ് ഫ്രം ഗവൺമെൻറ് ടു ഗവൺമെൻറ് ബേസ്ഡ് ഓൺ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അല്ലേ, അപ്പം ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലേ, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അടിസ്ഥാനം അല്ലേ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹ്യ സാമ്പത്തിക പരിതസ്ഥിതികൾ അനുസരിച്ച് ഭരണഘടനയുടെ രൂപവും ഭാവവും ഒക്കെ വേറെയുമായിരിക്കും. ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ക്ലാസിഫൈഡ് ആൻഡ് കൺസിഡേർഡ് ഡിഫറൻ്റ്ലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചർ. ഓൺ ഇറ്റ്സ് ഒറിജിൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇവോൾഡ് ഓർ ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അല്ലേ, അപ്പം ഇവോൾഡ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഉദാഹരണം ഇംഗ്ലണ്ട് അല്ലേ, UK കോൺസ്റ്റിറ്റ്യൂഷൻ കാലാകാലങ്ങളായി ഉരുത്തിരിഞ്ഞു വന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്. മാഗ്ന കാർട്ടയിലൂടെയും പിന്നീട് വന്ന പല ആക്റ്റുകളിലൂടെ വന്നതാണ്. പക്ഷേ അതേസമയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റഡ് ആണ്. അത് ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചേർന്ന് 3 വർഷക്കാലത്തോളം പണി എടുത്ത് നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ഓൺ ദി ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റിട്ടൺ ഓർ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്. ഇംഗ്ലണ്ടിലാണെങ്കിൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ്. ഇൻ ദ മെത്തേഡ് ഓഫ് അമെൻഡ്മെൻറ്റ്സ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റിജിഡ് ഓർ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലേ, അതേസമയം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലേ, നമുക്ക് വേറെ 2 രീതിയിൽ തിരിക്കാം. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അല്ലേ, ഭരണഘടന എളുപ്പത്തിൽ ഈസിയായിട്ട് അമെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലേ, ബട്ട് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി അമെൻഡഡ് സോ ഈസിലി. അല്ലേ, സോ ദാറ്റ് ഈസ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ വളരെ ദുഷ്കരമാണ്. അല്ലേ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, വി വിൽ കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.